അതെ, നിങ്ങൾ ഈസി ആയിട്ടുള്ള സ്നാക്കല്ലേ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ കറക്റ്റ് സ്ഥലത്തായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ തൊലി കറുത്ത് നല്ല മധുരമുള്ള പഴുത്ത പഴം അങ്ങോട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഒരു 5-6 ഈത്തപ്പഴം ഇതുപോലെ കുരു കളഞ്ഞിട്ട് ഒന്ന് പിച്ചി ചീന്തി മാറ്റി വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ ഇത് ചൂടായ ചട്ടിയിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് പഴം കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴം ഇട്ട് കൊടുക്കാം. അത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഇത് ഈത്തപ്പഴം നമ്മൾ മാറ്റി വെച്ചല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും ഇങ്ങോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഒരു നുള്ളു ഉപ്പ് മതി. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ റവയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി. അപ്പോൾ റവ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി അത് ചൂടാറിയതിന് ശേഷം ചെറിയൊരു ചൂടിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ. കുറച്ച് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇനിയിപ്പോൾ ഇത് പാൻ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് നെയ്യ് മതിയെ നമുക്ക് മുക്കി പൊരിക്കാനല്ല, ഇതുപോലെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. നമ്മളിങ്ങനെ ബോൾസാക്കി വെച്ചല്ലോ, അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ തന്നെ ഞാൻ 2-3 കഴിച്ചു കേട്ടോ, അത് വേറെ വിഷയം. അപ്പോൾ സംഭവം ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉരുട്ടിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല രൂപത്തിലൊക്കെ ആക്കിയെടുക്കാം. അത് നിങ്ങളെ കഴിവ് പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എനിക്കൊന്നും പറയാം. തൊലി കറുത്തിട്ടുള്ള പഴം നമ്മൾ അധികം മാറ്റി വെക്കലല്ലേ, അതെടുത്ത് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഈ പഴം വെച്ചിട്ടുള്ള സ്നാക്കൊക്കെ നമ്മളെ കേരളക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സ്നാക്കായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ.